അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നവംബർ അവസാനിക്കാറായി, ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങുകയാണ്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് കേക്കും വൈനും ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം. അപ്പോൾ നമ്മുടെ വകയായിട്ട് ഒരു അടിപൊളി വൈൻ ഈ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കുമെന്ന് വിചാരിച്ച് ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ പോയാലോ? അപ്പോൾ അതെ, ആദ്യം നമ്മൾ 10 കിലോ മുന്തിരിയാണ് എടുത്തതാണ്. അപ്പോൾ ആദ്യം മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 10 കിലോ മുന്തിരി ലെയർ ആയിട്ടാണ് ഇടുന്നത്. ഈ 10 കിലോ മുന്തിരിയിലേക്ക് നമ്മൾ 8 കിലോ പഞ്ചസാരയാണ് ഇറക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ മുന്തിരി നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കിലോ പഞ്ചസാര ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. 1 കിലോ പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത ലെയർ ഇട്ട് കൊടുക്കുകയാണ്. ഇവനൊന്ന് നിരത്തി കൊടുക്കുക. അപ്പൊ നമുക്കത് അടുത്ത ലെയറിന് മുകളിലും പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിത് ഒരു 1.5 കിലോ പഞ്ചസാര ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം. അതെ, നമ്മൾ ലാസ്റ്റ് ലെയർ ഇട്ടു. ഇനി പട്ടയും ഗ്രാമ്പും ഏലക്കായും ചേർത്ത് കൊടുക്കണം. ഏലക്കായ ഓപ്ഷണലാണ്, നമ്മളിവിടെ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഇതിനകത്തേക്ക് കീറി കൊടുക്കാം. നൂറ് 125 ഗ്രാം ഗോതമ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്തി വെച്ചേക്കുന്ന കേട്ടോ ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട്. 10 കിലോ മുന്തിരിക്ക് 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ്, ഈ ഒരു സ്പൂണിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുവാണ്. അത് ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. മതി, ഓവറായിട്ട് ചേർക്കണ്ട. ഇപ്പോൾ നമുക്ക് അടുത്ത ലാസ്റ്റ് ലെയറിലേക്കുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുന്തിരി കുറച്ച് പുളിയുള്ള മുന്തിരിയാണ്. നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മുന്തിരി പുളിയുള്ളതുകൊണ്ട് കുറച്ച് പഞ്ചസാര കൂടുതലായിട്ടാണ്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വൈനിൻ്റെ ചേരുവകളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. വൈൻ നമ്മുടെ മുന്തിരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് പിന്നെ ഒരു 21 ദിവസം കെട്ടി വെക്കണം. ഈസ്റ്റൊക്കെ കൂടി ചേർത്തുകൊണ്ട്, ഈസ്റ്റും ഗോതമ്പൊക്കെ കൂടി ചേർത്തേക്കുന്നത് കൊണ്ട് 21 ദിവസം കൊണ്ട് തന്നെ ഇവനാവും. പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിലോ പറ്റുമെങ്കിൽ എല്ലാ ദിവസങ്ങളിലോ നിങ്ങളിതൊന്ന് അഴിച്ച് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അത്യാവശ്യം വെട്ടം അടിക്കാത്ത സ്ഥലത്ത് വെച്ചാൽ അതും നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ എന്തായാലും മൂടി വെച്ച് കെട്ടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് 21 ദിവസത്തിന് ശേഷം ഇവനെടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും ക്രിസ്മസ്. അപ്പോഴേ നമ്മുടെ വൈനിട്ടിട്ട് നമ്മൾ 21-ാം തീയതി ഇട്ടാണ്. 4-5 ദിവസമായി. ഇന്നിപ്പോൾ 25-ാം തീയതി ആയി.
അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്, ഡെയിലി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും പതിവ് പോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. അപ്പോൾ ദേ നമ്മൾ തുറക്കാൻ പോവാണ്. തുറന്നപ്പോൾ തന്നെ മണമടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മൂടി തുറന്നപ്പോൾ തന്നെ. ഇനി കെട്ടഴിച്ച് നോക്കാം നമുക്ക്. അയ്യോ നല്ല മണം. മുന്തിരി ഏതാണ്ടൊക്കെ മുന്തിരിയൊക്കെ ഇതുണ്ടോ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഉദ്ദേശിച്ചതിനേക്കാളും കളറൊക്കെ ഇപ്പം കാണുന്നുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. അതുണ്ടത് വേണ്ട. ഇതാണ് നമ്മുടെ വൈൻ്റെ ഇപ്പോഴത്തെ കളർ. വൈനായിട്ടില്ല, ആയി വരുന്നുള്ളൂ. ഇനി ദിവസങ്ങളെടുക്കും. അപ്പോൾ എന്തായാലും നമുക്കിത് കെട്ടിവെക്കാം. ഇനി എന്തായാലും നമുക്ക് ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. 21 ദിവസം കഴിഞ്ഞ് ഈ ക്രിസ്മസിന് നമുക്ക് ഒരുമിച്ച് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് അടച്ചു വെക്കട്ടെ. അടുത്ത എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് കാണാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വൈനൊന്ന് തുറന്ന് നോക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് തുറന്നിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇത് ഇന്നിപ്പോൾ നമ്മുടെ വൈൻ്റെ 21ാമത്തെ ദിവസമാണ്. അമ്മനെ ഇവനെ ഒന്ന് ഇളക്കി ഇതുണ്ടോ, ഇളക്കി ഞരടി പിഴിഞ്ഞു എടുക്കണം. നമ്മുടെ വൈൻ ഞരടി പിഴിയാൻ പോവാണ്. കോരിനകത്തേക്ക് ഇട്. ഞാൻ പിടിച്ചിട്ടുണ്ട്, നീ ഇട്ടു. കുഞ്ഞിനും പിടിച്ചിട്ടുണ്ട്. അവിടെ അപ്പുറത്ത് കുഞ്ഞും പിടിച്ചിട്ടുണ്ട്, നീ ഇട്ടോ. മൊത്തം പിഴിഞ്ഞു കഴിഞ്ഞിട്ട് വേണം കേട്ടോ. നമുക്കിത് മൊത്തം ഒന്ന് പിഴിഞ്ഞു കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ നമുക്കിവനെ ഒന്ന് പിഴിഞ്ഞെടുക്കണേ. നമ്മൾ ഞരടി പിഴിഞ്ഞ് കഴിഞ്ഞു. ഞരടി പിഴിഞ്ഞിട്ട് നമ്മൾ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര ചേർക്കും. ഒരു 3/4 കിലോളം പഞ്ചസാര കേട്ടോ. മതിയാവും, കുറച്ച് മധുരക്കുറവുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ വൈൻ തുറന്ന് നമ്മൾ നോക്കുവാണ്. ഇപ്പം തന്നെ നല്ല മണം കണ്ടിട്ടോ, അടിപൊളിയാണ്. ജോനൂട്ടനാണെങ്കിൽ വന്ന് നിൽക്കുക എന്താ സംഭവം എന്ന് അറിയാനായിട്ട്. അതെ അഴിക്കുകയാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇപ്പം തന്നെ. അടിപൊളിയാണ്. നമ്മുടെ വൈൻ ദേ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നോക്കി, ആ ഗോതമ്പൊക്കെ അതിനകത്ത് അലിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കണ്ടോ. യോന തന്നെ നമുക്ക് ഇളക്കാനുള്ള തവി കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒന്ന് ഇളക്കി നോക്കണം. എന്നിട്ട് വേണം നമുക്കത് പിഴിഞ്ഞ് കുപ്പികളിലേക്ക് പകർത്തണം. നമ്മൾ ബക്കറ്റിൽ തന്നെ ഒഴിച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് വേണം പതിയെ കുപ്പിയിലേക്ക് പകർത്താം. അടിപൊളി നിറമൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ വൈൻ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കേ വൈനൊന്ന് അടിപൊളിയായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ.
അപ്പോഴേ നമ്മൾ അടിപൊളി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലനാണ്, ടേസ്റ്റും നല്ല കിക്കും എല്ലാം ഉണ്ട്. അടിപൊളി ഹോം മെയ്ഡ് വൈനാണ്. എന്തായാലും കിടിലൊരു വൈൻ ഈ പ്രാവശ്യം നമുക്ക് ഇടാൻ പറ്റിയാലും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ട് സന്തോഷമാണ്. നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന ഈ എൻ്റെ സംസാരത്തിൽ കാണുന്നത് അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ വൈൻ്റെ കളറ്. ഇതിനകത്ത് വേറെ കൂട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ ജ്യൂസ് മുന്തിരി മേടിച്ചിട്ടേക്കണാണ്. ഇതേ നമുക്ക് ഇത്രയും വൈൻ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 12 ലിറ്ററിന് മേലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചൊക്കെ നമ്മൾ കുടിച്ച് നോക്കി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത്രയും വൈൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുക്ക് ട്രാവലിറ്റി ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. അടിപൊളിയാണ്, അടിപൊളി വൈനാണ്, സെറ്റ് സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുക്ക് ട്രാവലിറ്റ് ഫാമിലിയുടെ വക ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.